ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, മാതാപിതാക്കൾക്ക് എത്ര നന്മ ചെയ്താലും അത് പരിപൂർണമാകുന്ന തലത്തിലേക്ക് എത്തൂല. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവർ നമുക്ക് വേണ്ടി നൽകിയതാകുന്ന സേവനങ്ങൾ, അവർ നമുക്ക് നൽകിയതാകുന്ന നമ്മളോട് കാണിച്ച സ്നേഹത്തിന് പകരമായിട്ട് അതങ്ങ് കൊടുത്തു തീർക്കാം. എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് നോക്കി, എന്റെ വാപ്പ എനിക്ക് ചെലവ് തന്നു, എനിക്ക് ആഹാരം നൽകി. ഇന്നിപ്പോ ഞാൻ വലിയ പ്രാസിയാണ്, നാട്ടിലെ വലിയ പ്രമാണിയാണ്, ഞാൻ അറിയപ്പെട്ട ബിസിനസ്സുകാരനാണ്, നല്ല കച്ചവടക്കാരനാണ്, നല്ല സമ്പന്നനാണ്. ഇന്ന് ഞാൻ കുലീന തറവാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്, അവരുടെ സമ്പത്ത് കൊണ്ട് ഞാൻ ഒന്നും കൂടി സമ്പന്നരാണ്. അങ്ങനെ എനിക്ക് റാഹത്താകുന്ന ജീവിതം നയിക്കുന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എനിക്ക് വെച്ച് വിളമ്പിയതാകുന്ന കഞ്ഞിയും പയറുമൊക്കെ തിരിച്ചു കൊടുക്കുന്ന നിലയ്ക്ക് അവർക്ക് ഞാൻ സുഭിക്ഷമാകുന്ന ആഹാരങ്ങൾ ഒരു 20 കൊല്ലം കൊടുത്താൽ അവരോടുള്ള ബാധ്യതകൾ തീരുമോ? തീരും എന്നാണ് നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്. ചെറുപ്പക്കാരെ മനസ്സിലാക്കിയത് സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ മരണം വരെയും ഒരു 50 അല്ല 100 കൊല്ലം അവർക്ക് തിരിച്ചു കൊടുത്താലും പകരമാകൂല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുമ്പത്തെ കസേലോട്ടൊന്ന് കയറിയിരുന്നു, ഇരിക്കുന്നവരെ മുമ്പോട്ട് ഇങ്ങോട്ട് കയറിയിരിക്കും. ബിസ്മില്ലാ, ഇങ്ങോട്ട് കയറിയിരുന്നോ? അല്ലാഹു അനുസരണയുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇങ്ങോട്ട് കയറിയിരിക്കും. ബിസ്മില്ലാ. അപ്പോൾ ബാക്കിലുള്ളവർക്ക് വന്ന് അവിടെ ഇരിക്കുകയും ചെയ്യാം. സ്ത്രീകൾ 2 ഭാഗത്തുണ്ട്, ഇവിടെ അപ്പുറത്തുണ്ട്, രണ്ടിടത്തും. ഇവിടെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ സഈദ് ഉസ്താദിന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കാവൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ. ഈ സദസ്സിൽ ഇരിക്കുന്നതിലൂടെ അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ബാധ്യതകൾ പരിപൂർണമാവൂല, അവരോടുള്ള കടപ്പാടുകൾ ഒരിക്കലും തീരൂല. എത്ര ചെയ്താലും തീരൂല, എത്ര ചെയ്താലും തീരൂല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ വഇന്നി ഔലി മിൻഹുമാ വലിയ മിനസ് സിഗരി ഫഹൽ ഖളൈതു ഹഖ്ഖഹുമാ. നല്ല ചോദ്യമാണ്, നല്ല ചോദ്യം. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഞാൻ ഖുർആൻ ഓതി ഹദീസ് ഓതിയിട്ടാണ് നമ്മുടെ ചരിത്രങ്ങളും വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ ഒരു കോമഡി പറഞ്ഞ് പാട്ടും പാടി പോകുന്ന രീതിയല്ല. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ വഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ് സിഗരി. എനിക്ക് പ്രായം ചെന്നതാകുന്ന മാതാവും പിതാവുമുണ്ട് നബിയേ, മാതാപിതാക്കളുണ്ട് നബിയേ. വഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ് സിഗരി. മാതാപിതാക്കൾ എനിക്ക് ചെറുപ്പത്തിൽ നൽകിയതാകുന്ന സംരക്ഷണത്തിന് പകരമായി ഇന്ന് ഞാൻ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് നബിയേ. അവർ ചെറുപ്പത്തിൽ എന്നെ താരാട്ട് പാടിയതിന് പകരമായി ഇന്ന് നല്ല മെത്ത വിരിച്ചുകൊണ്ട് ഞാൻ നൽകുന്നുണ്ട് നബിയേ. സുഭിക്ഷമായി ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് നബിയേ. ഫഹൽ ഖളൈതു ഹഖ്ഖഹുമാ. മാതാവിനോടും പിതാവിനോടുമുള്ളതായ എന്റെ ബാധ്യത ഞാൻ പരിപൂർണമായി വീട്ടിയിട്ടില്ലയോ? ഞാൻ പരിപൂർണമായി വീട്ടിയവനല്ലോ? നല്ല
നല്ല ചോദ്യം. നമ്മൾക്ക് പലർക്കും ചോദിക്കാൻ മനസ്സിലുള്ള ചോദ്യം അല്ലേ? ചിലർക്കൊക്കെ മനസ്സിലുണ്ടാകും, ഞാൻ പ്രവാസ ലോകത്ത് പോയി, വലിയ ഗൾഫിൽ പോയി, സാമ്പത്തികം ഉണ്ടാക്കി നല്ല സമ്പന്നനായി വന്നു, മാതാപിതാക്കളെ റാഹത്തായ നിലയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യിച്ചു, ഉംറ ചെയ്യിച്ചു, ഞാൻ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാം കൊടുത്തു, ഇനിയിപ്പോ ഒന്നും വേണ്ട, എന്നെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള ഒരു പുച്ഛ മനോഭാവം ഒന്നുമായിട്ടില്ല. നീ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹോദരൻ വന്നുകൊണ്ട് ചോദിക്കുകയാ, നബിയേ നബിയേ, പ്രായം ചെന്ന എന്റെ മാതാപിതാക്കളെ ഇന്ന് സംരക്ഷിക്കുന്നവൻ ഞാനാണ് നബിയേ, ഇന്നവർക്ക് ആഹാരം കൊടുക്കുന്നവൻ ഞാനാണ്, ഇന്നവർക്ക് ഭക്ഷണം നൽകുന്നവൻ ഞാനാണ്, ഇന്ന് പാർപ്പിട സൗകര്യങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് നബിയേ. വൈന്നി ഔലി മിൻഹുമാ മാ വലിയ ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ നോക്കിയതിന് പകരമായി അതിനേക്കാൾ ഉദാത്തമാകുന്ന രീതിയിൽ, മാന്യമായ രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ഫഹൽ ഖളൈതു ഹഖഹുമാ, മാതാപിതാക്കളോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു അത്രേ, ലാ ഇല്ല മോനെ, ഇല്ല മോനെ, നീ മനസ്സിലാക്കിയത് പോലെയല്ല കാര്യം. ഫഇന്നഹുമാ കാനാ യഫഅലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാഅക വഅൻത തഖദിമു ലഹുമാ തുരീദു മൗതഹുമാ. പൊന്നുമോനെ, പൊന്നുമോനെ, നിന്റെ മാതാപിതാക്കൾ നീ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നിന്നെ താരാട്ട് പാടി ഉറക്കിയത് ഓർമ്മയുണ്ടോ? നിനക്ക് മുലപ്പാല് നൽകിയത് ഓർമ്മയുണ്ടോ പൊന്നുമോനെ? 2 വർഷത്തോളം നിന്നെ മുലയൂട്ടിയ പ്രിയപ്പെട്ട ഉമ്മ, അതിനു മുമ്പ് 9 മാസം ഗർഭം ചുമന്ന ഉമ്മ, നിനക്ക് പനി വന്നപ്പോ നിന്റെ കൂടെ പനിച്ചു കിടന്നതായ ഉമ്മ, മുലയൂട്ടുന്നതിന് വേണ്ടി അലാറം വെച്ച് എണീറ്റിരുന്നുകൊണ്ട് ഉറങ്ങാതെ മുലയൂട്ടിയ ഉമ്മയുണ്ടല്ലോ, നിനക്ക് ഭക്ഷണം നൽകാൻ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടുമാറടിയുണ്ട്, മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെട്ട വാപ്പയുണ്ടല്ലോ. ഫൈനഹുമാ കാനാ യഫഅലാനി ദാലിക, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നീ ചെറുപ്പത്തിലായിരുന്നപ്പോ നിനക്ക് ഭക്ഷണം നൽകിയത്, നിനക്ക് ഉടയാടകൾ നൽകിയത്, നിനക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയത്, നിന്നെ തൊട്ടിലിട്ടുകൊണ്ട് കളിപ്പിച്ചതല്ല. തുരീദാനി ബഖാഅക, ഈ ഭൗതികമാകുന്ന ലോകത്ത് നീ നല്ല ആരോഗ്യത്തോടുകൂടി, നല്ല ആഫിയത്തോടുകൂടി നീ എന്നെന്നും ജീവിക്കണമെന്നുള്ള ആശ വെച്ചിട്ടാ നിന്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടാണ് അവർ നിന്നെ കാത്തത്. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്കണേ, ചിന്തിക്കണേ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ചിന്തിക്കണേ, യുവതികളെ ചിന്തിക്കണേ. 18 നിറകുടങ്ങളാകുന്ന സഹോദരിമാര് ഓർക്കണേ, മാതാപിതാക്കളെ മറന്നുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി കറങ്ങി നടക്കൽ ഇസ്ലാമികമല്ല. അവനുമായുള്ള ചാറ്റിങ് നിന്റെ ശരീരത്തെ അവനിലേക്ക് എഴുകിച്ചേർക്കാൻ ഉപകരിക്കുന്നതാണെന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ പൊന്നുമോളെ നീ വൈകിപ്പോകരുതേ, വൈകിപ്പോകരുതേ. സയ്യിദവറുകൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? ഇന്നത്തെ മുത്തശ്ശി പത്രത്തിലെ വാർത്ത ഓർമ്മയില്ലയോ? യാത്ര ചെയ്യുന്നതാകുന്ന വേളയിൽ ആക്സിഡന്റിൽ പെട്ടിട്ട് ജനങ്ങൾ വന്നുകൊണ്ട് ഓടി നോക്കുമ്പോ അല്ലാ അല്ലാ
നഗ്നമാകുന്ന ശരീരത്തോടുകൂടിയാണ് ഒരു പെണ്ണതിൽ ഇരിക്കുന്നത്. ആ പെണ്ണിന്റെ പേര് മുസ്ലിമത്തിന്റെ നാമമാണ്. ആ പെണ്ണൊരു മുസ്ലിമത്താണ്, ആ പെണ്ണൊരു മുഅ്മിനത്താണ്. അവിശ്വാസിയായ ഇതര സമുദായത്തിലെ ഒരു സഹോദരനുമായി ശാരീരിക ബന്ധത്തിൽ വഴിയിലരികിൽ യാത്ര ചെയ്യവേ നിർത്തിയിട്ടുണ്ട് ബന്ധപ്പെടുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള വാർത്ത മനസ്സിലാക്കണേ മുസ്ലിമേ. മുസ്ലിമേ, സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന, സംസ്കാരത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന കേരളമേ, കേരളമേ, ദുഃഖിക്കണേ, ദുഃഖിക്കണേ. നിന്റെ വിഷയത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ്. കാരണം മുഅ്മിനത്തുകൾ ഈമാൻ പുൽകുന്നില്ല, വിശ്വാസം പുൽകുന്നില്ല. സ്വന്തം വാപ്പയെ മറക്കുന്നു, ഉമ്മയെ മറക്കുന്നു, അവരുടെ ത്യാഗങ്ങൾ മറക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിൽ എനിക്ക് നൽകിയതാകുന്ന സേവനങ്ങൾക്ക് പകരമായി ഇന്ന് സ്നേഹം കൊടുക്കുന്നില്ലോ എന്ന് നബിയോട് ചോദിക്കുമ്പോ നബി പറഞ്ഞു, പൊന്നുമോനെ, ഇല്ല ഇല്ല, ഫഇന്നഹുമാ കാനാ യഫഅലാനി ذلك വഹുമാ തുഹിബ്ബാനി ബഖാഅക. നിനക്ക് ഭക്ഷണം നൽകിയത്, നിനക്ക് പാർപ്പിടം നൽകിയത് നിന്നെ സ്നേഹിച്ചതല്ല, നീ ഈ ലോകത്ത് ജീവിക്കണമെന്നുള്ള ആശ വെച്ചിട്ടാണ് നിന്റെ മാതാപിതാക്കൾ നിനക്ക് ഖിദ്മത്തെടുത്തത്. പക്ഷേ വഅൻത തഖ്ദിമു ലഹുമാ വഅൻത തഖ്ദിമു ലഹുമാ തുരീദു മൗതഹുമാ. മക്കളുണ്ടല്ലോ, ഇന്നത്തെ മക്കളുണ്ടല്ലോ, റസൂലുള്ള ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി തുറന്നടിക്കുകയാണ്. നീ നിന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകുന്നത്, വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിട സൗകര്യങ്ങൾ നൽകുന്നതല്ല. തുരീദു മൗതഹുമാ, ഈ വാപ്പയും ഉമ്മയും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നുവെന്ന് നീയത്ത് വെച്ചിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ, സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഉറക്കാമിമറ മനുഷ്യന്മാരെ അല്ലാഹു സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. മക്കള് മോശപ്പെട്ടാൽ എല്ലാം പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചതിന് ശേഷം കൂലി കിട്ടുന്നതിന്റെ ഒന്നാമത്തത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സാലിഹാകുന്ന സന്താനം ഉണ്ടാകണം. മക്കൾ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, 10-15 മക്കളുണ്ട്, ഒരു കാര്യമില്ല. ഖബറിന്റെ ചാരത്ത് വരാത്ത മക്കളാണ്, ഒരു യാസീൻ ഓതാത്ത മക്കളാണ്, ഒരു ഖുർആനിന്റെ ഒന്നും അവർക്ക് അറിയാത്ത, ഒന്നും അറിയാത്ത മക്കള്. അങ്ങനത്തെ മക്കളുണ്ടായിട്ട് എന്താ കാര്യം? 10-20 മക്കൾ പന പോലെ വളർത്തിയിട്ട് നല്ല ആഹാരം കൊടുത്തിട്ട് വളർത്തുന്നു, എന്താ കാര്യം? ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. നിനക്ക് പ്രയോജനപ്പെടുന്ന വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹാകുന്ന സന്താനങ്ങൾ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ കൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ, അവരെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും. അല്ലാഹു കൂട്ടത്തിൽ നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാന്റെ റസൂല് പറയാ, പൊന്നുമോനെ, നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും തന്നെ പരിപൂർണമാവൂല. എന്താ കാരണമെന്നറിയോ? മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സേവനങ്ങൾ, നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സ്നേഹ പ്രകടനങ്ങൾ, അത് വെറും പ്രകടനങ്ങൾ മാത്രമല്ല, അവർ നിന്നെ വല്ലാതെ സ്നേഹിച്ചു. തുഹിബ്ബാനി ബഖാഅക, നീ ഈ ദുനിയാവിൽ എന്നെന്നും നിലനിൽക്കണമെന്ന് ആശ വെച്ചിട്ടാണ് അവർ നിനക്ക് ആഹാരം തന്നത്. പക്ഷേ വഅൻത തഖ്ദിമു ലഹുമാ തുരീദു മൗതഹുമാ, ഈ ദുനിയാവിന്റെ മക്കളാകുന്ന നീയോ നിൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കൊടുക്കുന്ന സേവനങ്ങൾ തുരീദു മൗതഹുമാ, ആ മാതാവിന്റെയും പിതാവിന്റെയും മരണം ലക്ഷ്യം വെച്ചിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? ഇന്ന് വാപ്പായുമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറയുമ്പോൾ പല്ലുവേദനയുള്ള ഉമ്മ, ഇല്ലെങ്കിൽ കൈകാലുകൾ കടച്ചിലുള്ള വാപ്പ, അസുഖങ്ങൾ വന്നിട്ട്, ക്യാൻസർ വന്നിട്ട്, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് വീടിന്റെ അകത്തളങ്ങൾ കിടക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ ഇന്നത്തെ മക്കൾക്ക് സമയമില്ല. അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോകുന്നുണ്ട്, മക്കളെ കൊണ്ടുപോകുന്നുണ്ട്, അയൽവാസികളെ കൊണ്ടുപോകുന്നുണ്ട്, കൂട്ടുകാരെ കൊണ്ടുപോകുന്നുണ്ട്, നാട്ടുകാരെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വാപ്പാക്കും ഉമ്മാക്കും അസുഖമാണെങ്കിൽ അവരെ നോക്കാൻ ആരുമില്ല. അത് വരാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ,
അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മാതാപിതാക്കളെ പരിഗണിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, മാതാപിതാക്കളെ പരിഗണിക്കുക. മറ്റുള്ളത് വേണ്ടെന്നല്ല, ഭാര്യയെ പരിഗണിക്കണം, മക്കളെ പരിഗണിക്കണം, ഇതൊക്കെ വേണം. പക്ഷെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ അവരെ പരിഗണിക്കാതെ നീ അവർ മറ്റുള്ളവരുടെ പുറകെ പോകാൻ പാടില്ല. അൽഖമാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഓർമ്മയില്ലയോ? അൽഖമയുടെ ചരിത്രം പഠിച്ചിട്ടില്ലയോ? മനസ്സിലാക്കിയിട്ടില്ലയോ? അൽഖമാ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ അനുയായിയായിരുന്നില്ലയോ? അവിടുന്ന് ഈ ലോകത്ത് വിട പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ കഴിയുന്നില്ല. സഹാബത്ത് ഓടി അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നബിയെ, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരൻ, ഞങ്ങളുടെ സ്നേഹിതൻ അൽഖമയ്ക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല. മരിക്കാൻ കിടക്കുകയാണ്. കലിമ ചൊല്ലിക്കൊടുത്തു. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിൻ. പറഞ്ഞു കൊടുക്കുന്നു, ചെല്ലാൻ കഴിയുന്നില്ല. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ആളെ പറഞ്ഞേക്കോയാ. അൽഖമ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ അൽഖമ. കലിമ ചൊല്ലി മരിക്കാൻ പറ്റുന്നില്ല, കലിമ ചൊല്ലി മരിക്കാൻ പറ്റുന്നില്ല. അവസാന കാര്യം അന്വേഷിച്ചപ്പോ എന്താ? മാതാവ് പറഞ്ഞു, ഇവന് അഥവാ എന്റെ മകൻ അൽഖമയ്ക്ക് ഭാര്യയോടായിരുന്നു കൂടുതൽ സ്നേഹം, ഭാര്യയോടായിരുന്നു കൂടുതൽ താല്പര്യം, എന്റെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കാറുണ്ടായി. ആരാ ഇത്? ഒരു സഹാബി വരെ എന്റെ അവസ്ഥയാണ്. അല്പം സ്നേഹം ഭാര്യയോട് കൂടി പോയപ്പോ ഉമ്മാക്കത് താങ്ങാൻ പറ്റിയില്ല. ഉമ്മായെ വിഷമിപ്പിക്കരുത്, പാപ്പായെ വിഷമിപ്പിക്കരുത്. അവസാനം പൊരുത്തം കൊടുത്തപ്പോഴാണ് നാവനക്കിയത്, കലിമ ചൊല്ലിയത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പൊരുത്തം കൊടുത്തപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ സാധിച്ചു. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ ഗൗനിക്കണം, അവരെ ശ്രദ്ധിക്കണം. എത്ര ഖിദ്മത്തെടുത്താലും തീരൂല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാന യതൂഫു ബിൽ ബൈത്ത് അന്നഹു റആ റജുലൻ യമാനിയാ. പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യമൻകാരനാകുന്ന ഒരു മനുഷ്യനെ കാണുന്നു. ഹാമിലൻ ഉമ്മഹു വറാ അൽഹിരി, സ്വന്തം മുതുകിലേക്ക് ഉമ്മയെ എടുത്തു വെച്ചുകൊണ്ട് ഉമ്മയുമായിട്ട് തവാഫ് ചെയ്യാണ്. ഉമ്മയും വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നു. പഴയ കാലഘട്ടമാണ്. ഇന്നിപ്പോ സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോ ഉന്തുവണ്ടിയുണ്ട്, അവന് കയറ്റിയിട്ടിട്ട് അങ്ങോട്ട് ഉന്തി കൊണ്ടുപോകാൻ. അതിന് പ്രത്യേകം അവിടെ ആള് നിൽപ്പുണ്ട്. 400 റിയാലൊക്കെ കൊടുത്താൽ തന്നെ റാഹത്തായ നിലയിൽ, അതായത് ഇവിടുത്തെ ഏകദേശം ഒരു 10,000 രൂപ 12,000 രൂപയോളാവും 7 തവാഫ് ചെയ്യിച്ച് റാഹത്തായിട്ടുള്ളത്. സുഖമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇന്നതൊരു പ്രത്യേക സൗകര്യമുണ്ട്. മുമ്പതില്ല. ഇങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യുക? ആളുകൾ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നു. ഇന്നും ആരോഗ്യമുള്ള ചില ആളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്നവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ചുകൊണ്ട് തോളിലുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ തവാഫ് ചെയ്യുന്നത് എന്ന് പ്രത്യേകമായി നിയ്യത്ത് ചെയ്യണം. അല്ലാതെ ചെയ്യാൻ പാടില്ല. അല്ലാതെ ഇതാൽ ഇവനെ പരിഗണിക്കും. ഈ നടക്കുന്ന വ്യക്തിയുടെ തവാഫായിരിക്കും പരിഗണിക്കുക. നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഇപ്പോഴിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ഈ തവാഫ് ചെയ്യുന്നത് എന്നുള്ള നിയ്യത്ത് പ്രത്യേകമായി കരുതും. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? മസലേ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യമൻകാരാകുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ടതാകുന്ന വയോവൃദ്ധിയാകുന്ന ഉമ്മയെ തോളിലെടുത്തു വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. 7 വട്ടം തവാഫ് കഴിഞ്ഞു മഹാനവറുകൾ വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ സുന്നത്ത് നമസ്കരിച്ച് കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ തവാഫെല്ലാം തീർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ തിരുസവിധത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നി ലഹാ ബഈറും മുദല്ലലൂ, ഇന്നി ലഹാ ബഈറും മുദല്ലലൂ അതറാനി ജസൈതുഹാ. അല്ലയോ ഇബ്നു ഉമറേ, ഇബ്നു ഉമറേ റളിയല്ലാഹു അൻഹു,
ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തവാഫ് കഴിഞ്ഞിട്ട് തവാഫിന് ശേഷമുള്ള നടന്ന സുന്നത്ത് നമസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ യമൻകാരനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ എടുത്തു വെച്ചുകൊണ്ട് മാതാവിന് വേണ്ടി തവാഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരുസവിധത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇബ്നു ഉമറ ഇബ്നു ഉമറേ ഇബ്നു ഉമറേ ഇന്നി ലഹാ ബഈറും മദല്ലലൂ, എന്റെ ഉമ്മയെ കണ്ടില്ലയോ, എന്റെ ഉമ്മയെ ദർശിച്ചില്ലയോ? പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ മാത്രമാണ് തുണയുള്ളത്, ഞാൻ മാത്രമാണ് സന്ദർശകനായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരൊറ്റ മകനാണ് ഞാൻ. അങ്ങനെ യമൻ പ്രദേശത്ത് നിന്ന് സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഞാൻ കാണിക്കാൻ കൊണ്ടുവരികയും ഈ കഅബ ഞാൻ കാണിക്കുകയും ഉംറ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സുഖമില്ലാത്ത എന്റെ ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തതാകുന്ന ഞാൻ ഇന്നി ലഹാ ബഈറും മദല്ലലൂ, ഏറ്റവും നിന്ദനായ നിസാരനായ ഒരു കേവലം ഒരു കഴുതയെ പോലെയാണ്, ഒരു കോവർ കഴുതയെ പോലെയാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ. ഫഹൽ തറാനി ജസൈതുഹാ, ഇത്ര നല്ല സുന്ദരനായ ഒരു മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. കാരണം സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി സുഖമില്ലാത്ത ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയെ വീട്ടിലിരുത്തിയിട്ട് ഉംറ ചെയ്യുകയല്ല, മറ്റൊരാൾ ഉംറ ഏൽപ്പിക്കുകയല്ല. ആ ഉമ്മയ്ക്ക് കഅബ കാണണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് കഅബ കാണിക്കാൻ ഞാൻ കൊണ്ടുവരികയും സുഖമില്ലാത്ത ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് കഅബ ഞാൻ 7 വട്ടം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു. ഫഹൽ തറാനി ജസൈതുഹാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചവനായില്ലയോ? ഉമ്മയോട് കടപ്പാടുകൾ പരിപൂർണമായി പൂർത്തീകരിച്ചവനായിട്ടില്ലയോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് യമൻകാരനാകുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവത്രേ, ലാ ലാ ഇല്ല മോനെ, ഇല്ല മോനെ, ഉമ്മയെ ഉംറ ചെയ്യിച്ചതുകൊണ്ട് അതും തോളിലിരുത്തിക്കൊണ്ട് ചുമന്ന് നടന്നതുകൊണ്ട് ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല. നമ്മളിൽ പലരും കരുതിയത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോയിട്ടുണ്ട്, ഉമ്മയെ ഉംറയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഉമ്മയ്ക്ക് ഞാൻ പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഉമ്മ സന്തോഷവതിയാണ്, സന്തോഷവതിയാ. പൊന്നുമോനെ, ഒരിക്കലുമല്ല. ആ ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യിപ്പിച്ചോ ഒക്കെ, പക്ഷേ അതുകൊണ്ട് ഉമ്മയോടുള്ള കടപ്പാടുകൾ തീർന്നോ? അത് തീർന്നിട്ടില്ല. കടപ്പാടുകൾ ഇനിയും കിടക്കാണ്, ബാധ്യതകൾ ഇനിയും കിടക്കാണ്. വാപ്പായ ഹജ്ജ് ചെയ്യിച്ചു, വാപ്പായ ഉംറ ചെയ്യിപ്പിച്ചു, വാപ്പാടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ അതോടുകൂടി തീർന്നോ? ഹക്ക് തീർന്നോ? ഇല്ല, ഒരിക്കലും തീർന്നിട്ടില്ല. അതിനിയും കിടക്കാണ്, ഇനിയുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. 10 മക്കളുണ്ടൊരു വീട്ടിൽ. ആ 10 മക്കളുള്ളതാകുന്ന വീട്ടിൽ ഇളയവനാണ് കുടുംബമുള്ളത്. അത് പറഞ്ഞുകൊണ്ട് മൂത്തവരാകുന്ന ആളുകളൊക്കെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കുന്ന കാലഘട്ടം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം എന്താ ചോദിക്കുമ്പോ പറയാ, ഉസ്താദ് എന്ത് ചെയ്യാനാ, നമുക്ക് കുടുംബം ഇല്ല. കുടുംബം അവനല്ലേ ഉള്ളത്, അപ്പൊ അവൻ നോക്കട്ടെ. കുടുംബം അവനല്ലേ എല്ലാ സ്വത്തുമുള്ള. ഞങ്ങളൊക്കെ ഒന്നുമില്ല, ഞങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് മാറി. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളായി കുടുംബങ്ങളായി ഞങ്ങൾ ഇനി വേറെ രീതിക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇനി മാതാപിതാക്കളെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളത് ചെയ്യാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഇളയവൻ നോക്കട്ടെ, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അവൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതൊരിക്കലും ഒരു മുഅ്മിൻ പറയാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ഇളയവനെ മാത്രമല്ല ഈ മാതാപിതാക്കള് നോക്കിയിട്ടുള്ളത്. മാതാവ് പ്രസവിച്ചത് നിന്നെയും കൂടിയാണ്, നിന്റെയും കൂടി വാപ്പയാണ്, നിന്റെയും കൂടി ഉമ്മയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല, ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയെ, ഞാൻ ഉദ്ദേശിക്കുന്നു അവിടുത്തോടൊപ്പം ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ റസൂലല്ലാഹ്, അവിടുത്തോടൊപ്പം ജിഹാദിന് വരാൻ, യുദ്ധത്തിൽ വരാൻ ഞാൻ ലക്ഷ്യം വെക്കുന്നു.
പ്രവാചകർ ചോദിച്ചു, അഹയ്യുൻ വാലിദതുക, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലിനെ അറിയാം, വാപ്പ മരണപ്പെട്ടു പോയി. നേരത്തെ മുആവിയ നേരത്തെ മരണപ്പെട്ടു പോയതാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ മരണപ്പെട്ടു പോയി, നിനക്ക് ചെറുപ്പത്തിൽ തന്നെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ഇപ്പോഴും ഉണ്ട്, ഉമ്മ പ്രായത്തിയിരിക്കാണ്, വീട്ടിലുണ്ട്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദ്ഹബ് ഫർജിഅ ഇലൈഹാ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, നീ തിരിച്ചു പോകണം, നീ വീട്ടിലേക്ക് തന്നെ പോകണം. യുദ്ധത്തിന് വേണ്ടി എന്റെ കൂടെ നീ വരാൻ പാടില്ല. ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയിട്ട് തിരിച്ച് നീ വന്നില്ലായിരിക്കാം, ഷഹീദാകും, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ ഒരാൾ പോലും ഉണ്ടാവൂല. അതുകൊണ്ട് മാതാവിനെ നോക്കലാണ് അതിനേക്കാൾ വലിയ കൂലി എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുദ്ധത്തിന് വരുന്നതിനേക്കാൾ, സമരമുറയ്ക്ക് ഇറങ്ങുന്നതിനേക്കാൾ കൂലി എന്താണ്? നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കലാണ്, പിതാവിനെ നോക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, നീ സ്വർഗം പ്രതീക്ഷിച്ചിട്ടാണ് യുദ്ധത്തിനിറങ്ങുന്നത്, അല്ലേ? ഷഹീദായി സ്വർഗം പ്രതീക്ഷിച്ചിട്ടുണ്ട് നീ യുദ്ധത്തിനിറങ്ങുന്നത്. എന്നാൽ നിന്റെ മാതാവിന്റെ കാൽ കീഴിൽ സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാലുപൊക്കി നോക്കിയാനടി സ്വർഗം ഇരിക്കാന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ല, മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കുക, അവരോട് വിനയാന്യതനായി നീ നിലകൊള്ളുക, അവർ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി അനുസരിക്കുക, അവരെ സംതൃപ്തപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. 11 ആളുകൾക്ക് ദുആഇന് ഇജാബത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പെട്ടെന്നാണ് ഖിദ്മത്തെടുത്തുകൊണ്ട് കഴിയുന്നതാകുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഈ പറഞ്ഞത്? മാതാപിതാക്കൾക്കല്ല, മറിച്ച് മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കുന്നതാകുന്ന മക്കൾക്ക് ദുആഇന് ഇജാബത്തുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആ മക്കളെ കൊണ്ട് ദുആ ഇരപ്പിക്കാൻ. നമുക്കൊരു മകനെ കണ്ടു, ആ മകൻ മാതാപിതാക്കൾക്ക് കണ്ണിലുണ്ണിയാണ്, നല്ലവനാണെന്ന് തോന്നിയാൽ അവനെ കൊണ്ട് എത്ര വലിയ ആലിമാണെങ്കിലും ചെയ്യണമെങ്കിലും മുന്നുമോനെ ദുആ ഇരക്കണമെന്ന് പറയുന്നതിൽ വലിയ മഹത്വമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അത്തരത്തിൽ സ്വാലിഹീങ്ങളിൽ സാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, അവിടുത്തോടൊപ്പം ഞാൻ ജിഹാദ് ലക്ഷ്യം വെക്കുന്നുണ്ട് നബിയേ, യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് ഉടനെ തന്നെ ചോദിച്ചു അത്രേ, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ എന്താ? മാതാവ് മാത്രം ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ റസൂലുള്ളാഹി ചോദിക്കുന്നത് അഹയ്യുൻ വാലിദാക്, മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ട്. മാതാവിനെ മാത്രം നോക്കണമെന്ന് ഉസ്താദ് പറഞ്ഞെന്ന് ആരും പറയരുത്. അതിനാ ഈ ഹദീസ് കൂടി ഞാൻ പറയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് ചോദിച്ചു അത്രേ, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഫഖാല റജുലു, ആ സഹോദരനുടനെ പറഞ്ഞു അത്രേ, നഅം യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, എന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ട് നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മക്കളില്ലാത്തതാകുന്ന മാതാപിതാക്കൾക്ക്, മറ്റു മക്കളില്ലാത്തതാകുന്ന ആ സഹോദരനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഫീഹിമാ ജാഹിദ് ഇർജി ഇലൈഹിമാ, പൊന്നുമോനെ, നീ നിന്റെ മാതാപിതാക്കളിലേക്ക് മടങ്ങി പോകണേ. പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട്
തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്, സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഈ അനുയായി വന്നുകൊണ്ട് പറയുന്നത്, നബിയേ ഞാനും അവിടുത്തോടൊപ്പം യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ, യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെന്നുള്ള മറുപടി കേട്ടപ്പോ നബി തങ്ങൾ പറയുകയാണ്, ഫഫീഹിമാ ജാഹിദ്, മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നീ ജിഹാദ് നടത്തണേ, അഥവാ അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരങ്ങളാണ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പരിഗണിക്കുന്നില്ല, മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നേയില്ല, മാതാപിതാക്കൾക്ക് വേണ്ടുന്നതാകുന്ന ഖിദ്മത്തുകൾ കൊടുക്കുന്നില്ല. പ്രവാസ ലോകത്തേക്ക് പോകണമെന്ന് ഉമ്മയോട് പലവട്ടം ദ്വാരക്കാൻ ആവശ്യപ്പെട്ടപ്പോ പ്രായമുള്ളതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ സയ്യിദ് ഉസ്താദിന്റെ മക്ബറയിലേക്ക് അരി നേർച്ചയാക്കി, ഭക്ഷണം നേർച്ചയാക്കി, അവരുടെ കയ്യിലുള്ളതാകുന്ന സമ്പത്ത് നേർച്ചയാക്കി, യാസീനുകൾ ഓതി ഖത്മുകൾ ഓതിയിട്ട് ഉമ്മ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ചറബ്ബേ ഈ സയ്യിദ് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എത്രയും പെട്ടെന്ന് ഖൈറായ വിസ കിട്ടണേ അല്ലാഹ്, ഖൈറായ ജോലി കിട്ടണേ അല്ലാഹ്. പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതാകുന്ന ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് ഉത്തരം കൊടുക്കുകയാണ്. സലാസു ദഅവാതിൻ മുസ്തജാബ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, 3 കൂട്ടരുടെ പ്രാർത്ഥനകൾ ഉത്തരമുണ്ട് സാബ. അതിലൊന്ന് ദഅവത്തുൽ വാലിദി അലൽ വലദി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, മക്കൾക്ക് വേണ്ടിയുള്ള ദുആണ്. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ ദുആ ചെയ്യണേ ചെയ്യണേ. പിരാങ്കട്ടയിലുള്ള ഉമ്മ ദുആ ഇറക്കുകയാണ്, പടച്ചറബ്ബേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ഖൈറായ നിലയ്ക്ക് നല്ലൊരു വിസവന് കൊടുക്കണേ അല്ലാഹ്. ആയിരന്ന് ഒരാഴ്ച കഴിഞ്ഞില്ല, അവന്റെ കൂട്ടുകാർ മുഖേന ഖൈറായ ഒരു ജോലി അവന് തരപ്പെടുകയാണ്. അവൻ ഖത്തറിലേക്ക് പോവുകയാണ്, അവൻ കുവൈറ്റിലേക്ക് പോവുകയാണ്, അവൻ USA പോവുകയാണ്, അവനതാ സൗദിയിലേക്ക് കടക്കുകയാ. അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒറ്റക്കാക്കിയിട്ട് അവനതാ പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഒറ്റയ്ക്ക് ആണ് എങ്കിൽ അവരെ സന്തോഷിപ്പിക്കലല്ലാതെ, അവരുടെ പരിപൂർണ അനുമതിയല്ലാതെ നീ യാത്രയ്ക്കൊരുങ്ങരുതേ, ഒരുങ്ങരുതേ. പരിശുദ്ധമാക്കപ്പെട്ടതായ ജിഹാദിന് വേണ്ടി പോലും അല്ലാഹു റസൂൽ അനുവദിച്ചിട്ടില്ല, റസൂലുള്ള അനുവദിച്ചിട്ടില്ല. പോകരുതേ, വരരുതേ, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാവിന്റെ ദുആ കാരണമായി പ്രവാസ ലോകത്തേക്ക് പോകാൻ കഴിഞ്ഞ സഹോദരൻ 22 വയസ്സുള്ള സഹോദരനാണ്. 3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വന്നുകൊണ്ട് വിവാഹാലോചന നടത്തുകയാണ്. നല്ല ഒരു തറവാട്ടിൽ നിന്ന് തറവാട്ട് മഹിമയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് അതിലൂടെ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന്റെ കൂടെ തന്നെ ഫ്ളാറ്റിൽ താമസിപ്പിക്കുകയാണ്. 2 പേർക്കും നല്ല ഒരു റാഹത്താകുന്ന ജീവിതം ഉണ്ടാവുകയാണ്. ഒരു ദിവസം തന്നെ പ്രിയപ്പെട്ട ഉമ്മയെ അവൻ ഫോൺ വിളിച്ചുകൊണ്ട് വിളിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ 2 പേരും സൗദിയിലേക്ക് വരണേ, സൗദിയിലേക്ക് വരണേ. നിങ്ങൾക്ക് 2 പേർക്കും ഇതാ ഒരു വിസ ഞാൻ റെഡിയാക്കിയിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷത്തോടുകൂടി മാതാവും പിതാവും നാട്ടുകാരോട് യാത്ര പറയുകയാ. ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ സൗകര്യത്തിലേക്ക് പോവുകയാണ്. മകൻ വിളിച്ചിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ട മരുമകളുടെ ചാരത്തേക്ക് ഞാനിതാ പോവുകയാണ്, അവളുടെ കൂടെയാണ് ഇനിയുള്ള കാലഘട്ട ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് യാത്ര പറയുന്നതായ പാവപ്പെട്ട ഉമ്മ അവസാനം ഫ്ലൈറ്റ് കയറി സൗദിയിൽ വന്നുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങി തൻ ഫ്ലാറ്റിലേക്ക് വന്നുകൊണ്ട് കതക് തുറന്നു നോക്കുമ്പോ അല്ലാ തന്റെ മരുമകളാ
പരിപൂർണ ഗർഭിണിയാണ്. പരിപൂർണമായ ഗർഭിണിയാകുന്ന പ്രിയപ്പെട്ടതാകുന്ന മരുമകളെ ആയാക്കാൻ വേണ്ടിയായിട്ടാണ് ഒരു വിസ കൊടുത്തിട്ട് പൊന്നുമ്മായോട് പറയുന്നത്, ഉമ്മാ നിങ്ങൾക്കൊരു ഉംറ ഇതാ നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, എന്ത് അപരാധമാണടാ നീ ചെയ്യുന്ന പൊന്നുമോനെ, എത്ര വലിയ തെറ്റുകുറ്റമാടാ നീ ചെയ്യുന്നത് പൊന്നുമോനെ. സയ്യിദ് ഉസ്താദിന്റെ മക്ബറയിൽ വന്നുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞാൽ പൊറുക്കപ്പെടുമോ പൊന്നുമോനെ? മാലിക് ബിൻ ദീനാറിന്റെ മക്ബറയിൽ വന്നുകൊണ്ട് ഖത്തം തീർത്തിട്ട് ദ്വാരന്നാൽ പൊരുത്തപ്പെടുമോ പൊന്നുമോനെ? മാതാപിതാക്കളെ നോവിച്ചുകൊണ്ടെന്തിനാ പൊന്നുമോനെ നിനക്കൊരു ജീവിതം വേണ്ട മോനെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിശക്തമായിട്ട് എതിർക്കുകയാണ്. പ്രവാസ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകളുടെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആയാക്കാൻ വേണ്ടി അവിടെ കൂടുതൽ ചെലവുള്ളതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടി നിർത്തുന്നതായ മുസ്ലിം സഹോദരങ്ങളിൽ നീ കേരളത്തിലില്ലയോ? കാസർഗോഡില്ലയോ? ശ്രദ്ധിക്കണേ സഹോദര, നിന്റെ സമ്പത്ത് മുഴുവൻ തകരാനും നീ ഇല്ലാതാകാനും നീ നശിക്കാനും അത് കാരണമായി തീരുമേ. പൊരുത്തത്തോടുകൂടിയല്ലാതെ അവരെ കൊണ്ടുപോയി നീ ബുദ്ധിമുട്ടിക്കല്ലേ. 60 വയസ്സുള്ള ഉമ്മയാണ്, ആ 60 വയസ്സ് വരെ നിനക്ക് വേണ്ടി ജീവിച്ച ഉമ്മയാണ്, നിന്റെ താരാട്ടുപാടി ഉറക്കിയ ഉമ്മയാണ്, നിനക്ക് വേണ്ടി ഉറക്കൊഴിച്ച ഉമ്മയാണ്. നിനക്ക് സുഖമില്ലാതെ വന്നപ്പോ മംഗലാപുരം ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം നിലയുറപ്പിച്ച പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയെ നീ മറക്കല്ല. നിനക്ക് വേണ്ടി ഒരുപാടുകൾ മക്ബറുകൾ നടത്തിയവരാണ്, നേർച്ച നടത്തിയവരാണ്. ദീനിന്റെ മജ്‌ലിസിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഉസ്താദുമാരോട് ആവശ്യപ്പെട്ടവരാ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കരുതേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ വരികയാണ്. നബിയോട് പറയുകയാ, ഇന്നി ഉരീദുൽ ഹിജ്റത മഅക യാ റസൂലല്ലാഹ്. നബിയേ ഞാൻ അവിടുത്തെയോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഞാൻ നിയ്യത്ത് വെക്കുന്നുണ്ട് നബിയേ, ഞാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞു, നീ ഇന്ന് പോയിട്ട് നാളെ വരിക, ഇന്ന് പോയിട്ട് നാളെ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ്. മക്കയിൽ മുശ്രിക്കുകളുടെ ശല്യം സഹിക്കവയ്യാതായി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യമായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്യാൻ തീരുമാനമെടുക്കാൻ. അപ്പോൾ ഒരു അനുയായി അറിഞ്ഞു. അനുയായി വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയെ, അള്ളാന്റെ റസൂൽ അവിടുത്തോടൊപ്പം ഇനി ഉരീദുൽ ഹിജ്റത മഅക, ജിഹാദല്ല, യുദ്ധമല്ല, അവിടുത്തോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഞാൻ എത്തുവെക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തോടൊപ്പം വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ സംഗതി എങ്ങനെയോ അറിഞ്ഞു. മാതാപിതാക്കൾ ഭയങ്കര കരച്ചിലായി, വല്ലാത്ത കരച്ചിലായി, പൊട്ടിക്കരച്ചിലായി. കാരണം എന്താ, ഒറ്റ മോനേ ഉള്ളൂ. ഈ മകൻ അള്ളാന്റെ റസൂലിനോട് പോവുകയാണോ? മാതാപിതാക്കൾ ഭയങ്കര കരച്ചിൽ. അറഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാലിക, അള്ളാന്റെ റസൂൽ അങ്ങോട്ട് അറിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ആ സഹോദരനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാ തയ്യാറെടുപ്പും എടുത്ത് കൂട്ടുകാരോട്, തന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ നബിതങ്ങളോടൊപ്പം യാത്ര പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറെടുപ്പത്തിരിക്കുന്ന സാബിയോട് റസൂലുള്ള പറയുകയാ, ഇർജിഅ ഫഅളിഹ്കുഹുമാ കമാ അബ്കൈതഹുമാ. നീ തിരിച്ചു പോണേ പൊന്നുമോനെ, നിന്റെ മാതാപിതാക്കൾ കരയിപ്പിച്ചതിന് പകരമായി അവരെ നീ ചിരിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നോട് വരണ്ട, എന്റെ കൂടെ നീ വരണ്ട, നീ എവിടെ പോയിന്നോ? പാപ്പാടെ ഉമ്മാടെ കൂടെ നിന്നു. ആര് പറയും? നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ എങ്ങനെ കരയിപ്പിച്ചോ അതേപോലെ ചിരിപ്പിച്ചിട്ടോ. ആര് പറയും? നബിയുനാ റസൂലുള്ളാഹി. അവരെ സന്തോഷിപ്പിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഭൂമുഖത്ത് മനുഷ്യൻ നോക്കിയിരിക്കൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചതാകുന്ന വസ്തു അള്ളാന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞത് ഉമ്മയുടെ മുഖമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാകുന്നു നമ്മൾ. ആ ഉമ്മയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ വലിച്ചെറിയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
പൈസ കൂടുമ്പോ റബ്ബിനെ മറക്കുന്നു, പാപ്പായെ മറക്കുന്നു, ഉമ്മായെ മറക്കുന്നു. പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ 20 കൊല്ലം 30 കൊല്ലം ഒക്കെ കഴിയുന്ന സഹോദരങ്ങൾ, എല്ലാവരുടെയും കാര്യമല്ല. ഒരുപാട് ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്തതാകുന്ന ആളുകൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മക്കളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. എന്നാൽ ചില ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്തവർ, മാതാപിതാക്കളെ ഗൗനിക്കാത്തവർ, ആ മാതാപിതാക്കൾക്ക് വേണ്ടുന്നതാകുന്ന സേവനങ്ങൾ കൊടുക്കാത്തവർ, അവർക്ക് ഖിദ്മത്തെടുക്കുന്നതിൽ അവഗണന വെക്കുന്നവർ. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിൽ നിന്ന് വ്യതിരക്തമായിട്ട് എത്രയോ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എവിടെ പോയാലും ഉമ്മയുടെ കാര്യം ചോദിക്കുക, ഡെയിലി ഉമ്മയെ ഫോൺ വിളിക്കുക, ഡെയിലി ഉമ്മയെ ഫോൺ വിളിക്കുക. അതൊക്കെ വലിയ സന്തോഷമാണ് അവർക്ക്. നമ്മൾ മനസ്സിലാക്കൂ, ഇന്നലെ വിളിച്ചാലോട് ഇനിയിപ്പോ എന്താ. ഗൾഫിലുള്ള സഹോദരങ്ങൾ ആഴ്ചയിലെങ്കിലും നിർബന്ധമായിട്ടും സ്വന്തം മാതാപിതാക്കളെ ഫോൺ വിളിച്ചിട്ട് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം. അത് വാപ്പാക്കും ഉമ്മാക്കും വലിയ സന്തോഷമുള്ള സംഗതിയാണ്, വലിയ സന്തോഷമാണ്, റാഹത്താണ്. ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ നീ ഇങ്ങോട്ട് വന്നിറങ്ങിയിട്ട് ആ സമയത്ത് മാത്രമായിട്ട് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അടുക്കൽ വന്നുകൊണ്ട് അവരുടെ കയ്യിലേക്ക് ഇറച്ചി വെച്ചു കൊടുത്തിട്ട് ഇത് വെക്കെന്ന് പറഞ്ഞിട്ട് അവരത് വെച്ച് പാചകം ചെയ്യുമ്പോൾ സുഭിക്ഷമായിരുന്ന് കഴിച്ചിട്ട് ടാറ്റയടിച്ചു പോകുന്ന രീതി ആകരുത് പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളുടെ ജീവിതത്തിൽ. അതാണോ നിനക്ക്? അങ്ങനെയല്ല. വർഷത്തിലൊന്ന് വന്നിട്ട് അങ്ങനെ പോകരുത്. ദിവസേന അവരുമായി ബന്ധം പുതുക്കുക. വന്നിരുന്നു കൊണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക, മാതാപിതാക്കളുടെ കൂടെ ഇരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു സുദിനം. തന്റെ പ്രിയപ്പെട്ട ഭാര്യ, തന്റെ മാതാപിതാക്കൾ, തന്റെ മക്കൾ എല്ലാവരും കൂടി ഒരു തീൻമേശയുടെ ചുറ്റുവട്ടം ഇരിക്കട്ടെ, ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കട്ടെ. തന്റെ വാപ്പായുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള ആഹാരം വാങ്ങിയിട്ട് നീ കഴിക്കും. ഉമ്മ നിന്റെ ചൂടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുന്നതാകുന്ന ഭക്ഷണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര സ്നേഹമാണ് ആ പങ്കിടൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അങ്ങോട്ടൊരു ഉരുള വെച്ചു കൊടുക്കുന്നു, ആ ഭാര്യ തിരിച്ചിങ്ങോട്ടും മക്കൾക്കും വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പരസ്പരം നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ അന്തരീക്ഷം പൂമുട്ടു വിരിയട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിർബന്ധമായി മാതാപിതാക്കളെ സ്നേഹിക്കണേ. മാതാപിതാക്കളോടുള്ള ലാളന അത് അനിവാര്യമാണ്, അവരോടുള്ള സ്നേഹം അനിവാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാകുന്ന സ്ഥലങ്ങളിലെല്ലാം മാതാപിതാക്കളോട് നന്മ ചെയ്യണേ, മാതാപിതാക്കളോട് നന്മ ചെയ്യണേ. എല്ലാ സ്ഥലത്തും അല്ലാഹു ഉണർത്തിയിട്ടുള്ളതാണ്. അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക, മാതാപിതാക്കളോട് നന്ദി പ്രകാശിക്കുക. അള്ളാഹുവിനോട് അനുസരണ കാണിക്കുക, മാതാപിതാക്കളോട് അനുസരണ കാണിക്കുക. റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, മാതാപിതാക്കളോട് നിങ്ങൾ വഴിപ്പെടുക. എല്ലാ ആയത്തുകളും അത്തരത്തിലാണ് പോകുന്നത്. എടുത്തെടുത്ത് പറയുന്നു. കാരണം അള്ളാഹു റബ്ബാണ്, സംരക്ഷകനാണ്. അതേപോലെ റബ്ബാണ് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിന്റെ ദുനിയാവിലുള്ള സംരക്ഷകരാണ്. ദുനിയാവിൽ നിനക്ക് വേണ്ടുന്ന വസ്തുതകൾ മുഴുവനും നൽകുന്നവരാണ് നിന്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് ആ രണ്ട് റബ്ബിനെയും അടുപ്പിച്ചടുപ്പിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തി. രണ്ടുപേരെയും നീ ശ്രദ്ധിക്കണേ. അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്നതിനോടുകൂടി മാതാപിതാക്കളെ നീ ഗൗനിക്കണേ. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഗൗനിക്കേണ്ടത് എപ്പോഴാ? പ്രായം ചെല്ലുമ്പോൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗനിക്കാത്തത് എപ്പോഴാ? പ്രായം ചെല്ലുമ്പോൾ. അവരെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ ആ സമയത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്
നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ പ്രായാധിക്യം ചെന്ന സമയത്ത് നിന്റെ അടുക്കലെത്തിച്ചാൽ അവരോട് ഒരു നിലയ്ക്കുള്ളതാകുന്ന ചെയ്യുന്ന വർത്തമാനം പോലും മുഖം കറുപ്പിക്കുന്ന വർത്തമാനം നീ പറയരുതേ. വിശുദ്ധ ഖുർആൻ എന്ന ഒരൊറ്റ വാക്ക്, ആ വാക്ക് തന്നെ മതി മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ. അത് നീ പറയരുത്. അത്രത്തോളം നിസാരമറ്റതാകുന്ന പദങ്ങൾ പോലും നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ നീ ചെയ്യാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മാതാപിതാക്കളുടെ മുന്നിലൂടെ നടക്കുന്നു, അവരിയ്ക്കുന്നതിന് മുമ്പ് ഇരിക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് വേണ്ടി വെച്ചതാകുന്ന കറി കൂടി കഴിച്ചു തീർക്കും. ഇതൊക്കെ ഇന്നത്തെ മക്കൾ പോകുന്ന ചുവട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വലിയ അമലാണ്, വലിയ തൗഫീഖാണ്. നമ്മുടെ ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. അല്ലെ? മാതാപിതാക്കൾക്ക് വേണ്ടി വെച്ചതാകുന്ന ആഹാരങ്ങൾ പോലും അവരിയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കണം. വാപ്പായും ഉമ്മായും ഇന്നും അതേ പഴയ നിലപാട് തന്നെ. ഇപ്പോഴും ഏറ്റവും ലാസ്റ്റ് ആഹാരം കഴിക്കുന്നത് വാപ്പായും ഉമ്മായും. ഇല്ലെങ്കിൽ വാപ്പ കഴിച്ചാലും ഉമ്മയെ ശ്രദ്ധിച്ചു നോക്കി ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. മക്കളെല്ലാം കഴിച്ചു. അവസാനം കറിയിലുണ്ടായിരുന്ന 3 പൊരിച്ച മീനും കൂടി തീന്മേശയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. മക്കള് കഴിപ്പിക്കുകയാണ് മാതാപിതാക്കളും, മാതാവ് കഴിപ്പിക്കുകയാണ്. മാതാവ് അവസാനം മീനുണ്ടാവൂല, കറിച്ചട്ടിയിൽ ഒരു കറി പോലും ബാക്കി ഉണ്ടാവൂല, എന്നാലും കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. അതാണ് ഉമ്മ. വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത സ്നേഹം. ശരിയല്ല ഈ പറയുന്നത്? ആ ഉമ്മയുടെ പാത്രത്തിൽ അവസാനം വന്ന് നോക്കിയാൽ കറിച്ചട്ടിയിലായിരിക്കും അവർ കൈയിടുന്നത്. ഒന്നും ഉണ്ടാവൂല, വടിച്ചു കഴിക്കുകയായിരിക്കും അവര്. നല്ല ഭക്ഷണമായിരുന്നു, നല്ല കറിയാണെന്ന് ഉച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അവരല്പം മാറ്റിവെച്ചതാണ് മീൻകറി. ഇൻഷാ അല്ലാഹ് വൈകിട്ട് കൂട്ടാന്ന് കരുതി. വൈകിട്ട് നോക്കിയപ്പോൾ 1-2 കൂട്ടുകാരുമായിട്ട് മക്കൾ വന്നു, എടുത്തു വെച്ച് കൊടുക്കും. ഒരു മടിയുണ്ടാവൂല മാതാവിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെയാണ് ഭാര്യമാരും. നമ്മുടെ ഭാര്യമാരും നമ്മുടെ പ്രിയപ്പെട്ട മാതാവും അവരനുഭവിക്കുന്ന തീഷ്ണമാകുന്ന ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് നമ്മൾ കൂടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വൈകുന്നേരം നീ കയറി വന്നുകൊണ്ട് സുഭിക്ഷമായ ആഹാരം കഴിച്ച് നേരെ കടപ്പുറയിൽ പോയി നീ കടന്നുറങ്ങല്ലേ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും നിന്റെ പ്രിയപ്പെട്ട മാതാവിനോടും അല്പനേരം സംസാരിച്ച് അവരുടെ വിഷമങ്ങളും അവരുടെ ദുഃഖങ്ങളും ഒക്കെ കേട്ട് അതൊന്ന് പരിപൂർണമായി കേട്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കാണാതെ നീ പോയി കിടക്കരുത്. അവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ നീ സമയം കണ്ടെത്തി. നിന്റെ മക്കളോട് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ. ആ മക്കളുടെ പഠിത്തം എവിടം വരെയായി, സ്കൂളിലെ പഠിത്തം എവിടം വരെയായി, ഇന്നെന്താ പഠിപ്പിച്ചത് ടീച്ചർ, ഇന്ന് മദ്രസയിൽ ഉസ്താദ് ഓദിച്ച സൂറത്ത് എന്താ, ഇതൊക്കെ പഴയ തലമുറയിൽ ചോദിച്ചിരുന്നു മാതാപിതാക്കൾ. ഇന്നെന്താ സ്കൂളിൽ പഠിപ്പിച്ചത്, ഇന്ന് മദ്രസയിൽ എന്താ ഓദിച്ചത്, ഒന്ന് ഓദിക്കേ, നീ ഓതിയൊന്ന് ഞാനെന്ന് കേൾക്കട്ടെ. ഏത് വാപ്പയാ പറയുന്നത്, ഏത് ഉമ്മയാ പറയുന്നത്? അതേ മക്കളോട് തന്നെ റിയാലിറ്റി ഷോകളിൽ ആടാനും പാടാനും അർദ്ധനഗ്നരായി പോയിരുന്ന് തുണിയില്ലാതെ കിടന്നുകൂടി ഡാൻസ് കളിക്കുന്നതാകുന്ന മക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഡിസ്കോ കളിപ്പിക്കാൻ, ജനമധ്യത്തിൽ മക്കളെ ഡിസ്കോ കളിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ വല്ലാതെ ശ്രദ്ധ പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ മക്കളെ ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ 10 പേര് കൂടുമ്പോ, കുടുംബാദികൾ കൂടുമ്പോ, ഒരു കുടിയിരിക്കൽ ഉണ്ടാകോ, ഒരു കുത്തൂസ് ഉണ്ടാകുമ്പോ, ഒരു ജനമധ്യത്തിൽ ഒരു ഗൃഹപ്രവേശനം ഉണ്ടാകുമ്പോ തന്റെ കുടുംബാദികളുടെ മുന്നിൽ വെച്ച് എന്റെ മകനാണ് ഉസ്താദെ, ഇവന്റെ ഓതലൊന്ന് കേട്ടു നോക്കൂ, ഫാത്തിഹ സൂറത്ത് ഒന്ന് ഓതി ഉസ്താദുമാരെ കേൾപ്പിക്കുന്ന, അല്ലെങ്കിൽ മുതിർന്നതാകുന്ന വ്യക്തികളെ കേൾപ്പിക്കുന്ന ഉമ്മമാരെ കേൾപ്പിച്ച്, അല്ലെങ്കിൽ ആലിമീങ്ങളെ കേൾപ്പിച്ച്, മുതിർന്നതാകുന്ന ഉപ്പമാരെ കേൾപ്പിച്ച് അവരുടെ ആശീർവാദത്തോടുകൂടി അവരുടെ പൊരുത്തത്തോടുകൂടി ജീവിക്കുന്ന മക്കൾ എത്ര പേരുണ്ട് ചിന്തിച്ചു നോക്ക്. നമ്മൾ സിനിമാ പാട്ട് പാടിക്കും, ഉസ്താദ് നല്ല സൂപ്പറായിട്ട് പാടും കേട്ടോ, നമ്മളോർക്ക് അൽഹംദുലില്ലാഹ് നല്ല മാപ്പിളപ്പാട്ടായിരുന്നു, അവസാനം നബിയെക്കുറിച്ചല്ലോ ഒന്നുമല്ല വേറെയൊക്കെ ചൊല്ലുന്നത്. ഇതാണ് കാലഘട്ടം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് സിനിമാ പാട്ടൊന്നും അല്ല പോകേണ്ടത്, നമ്മുടെ മക്കളെ ദീനിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനത്തെ മക്കളെ കൊണ്ടാണ് നമുക്ക് നാളെ പ്രയോജനം. മക്കളെ മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയില്ലയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി വാലിദാ ഉൻഫിഖു അലൈഹാ. നല്ലൊരു ചരിത്രം ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ പോകുന്ന കുറച്ച് ചരിത്രങ്ങൾ, അത് തന്നെ അറബി ചരിത്രങ്ങൾ, നടന്നതാകുന്ന ചരിത്രങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി വര്യം പറയാ, നബിയെ എനിക്ക് മാതാവുണ്ട്, പാപ്പ മരണപ്പെട്ടു പോയി ചെറുപ്പത്തിൽ, മാതാവ് മാത്രമുണ്ട്. ഉൻഫിഖു അലൈഹ, ആ മാതാവിന് വേണ്ടുന്ന സർവ്വതും ഞാൻ കൊടുക്കുന്നുണ്ട്, എന്ത് വേണമെങ്കിലും കൊടുക്കും.
ഇത് ഒരുപാട് പ്രവാസികൾക്ക് പറയാനുള്ള കഥയാണ്. ഒരുപാട് സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ പറയാനുള്ള കരയാണ്. രാവിലെ പ്രഭാത സമയത്ത് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടുണ്ട് പള്ളിയിലേക്ക് പോയി സുബൈ നമസ്കരിച്ചിട്ട് സുബൈ നമസ്കാരം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാസീനോദി ദുആ ചെയ്തിട്ട് മാതാപിതാക്കൾക്ക് ഹദിയാക്കി കൊടുത്തുകൊണ്ട് അവസാനം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടൊപ്പം രാവിലത്തെ ചായയും കുടിച്ചുകൊണ്ട് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പട്ടിണിപ്പാവങ്ങളാകുന്ന സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ ഇത് പറയാനുണ്ടാകും ഈ കഥ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അത്തരത്തിലൊരു സ്വഹാബി വരിയും വന്നിട്ട് നബിയോട് പറയാം, എനിക്കൊരു മാതാവുണ്ട് നബിയെ, ഉംഫിഖു അലൈഹ, ആ മാതാവിന് ഞാൻ നല്ലതുപോലെ ചെലവഴിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മാതാവിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? വഹിയ തുഅദീനി ബിലിസാനിഹാ, എപ്പോഴും നാവെടുത്തിട്ട് എന്നെ ചീത്ത വിളിക്കുക, എന്നെ കുറിച്ച് മോശത്തരം പറയും. അങ്ങനെ ഉണ്ടാവും മിക്ക ഉമ്മമാരും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആരെങ്കിലും വന്ന് വിരുന്നിന് വന്നു കഴിഞ്ഞാൽ പറയും, എല്ലാ രീതിയിൽ നോക്കുകയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഈ മകനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവനാണ്, അവർക്ക് വേണ്ടുന്ന വസ്ത്രം കൊടുക്കുന്നതും ഭക്ഷണം നൽകുന്നതും നല്ല രീതിയിൽ അവരുമായിട്ട് സംതൃപ്തമാകുന്ന ജീവിതം നയിക്കുന്ന മകനാണ്. എന്നിരുന്നാൽ പോലും കുടുംബാദികൾ വരുമ്പോൾ പറയും, ഓ ഇല്ലവനല്ലേ, അല്ല അച്ഛാ അവനെ ഒന്നും നോക്കത്തോലില്ല, കാതിർച്ച ഒന്നും നോക്കത്തില്ല, അല്ല അച്ഛാ അങ്ങനെ ശരിയല്ല എന്ന് പറയും. നമ്മുടെ മോൻ അവൻ റെഡിയല്ല, അവൻ നല്ലപോലെ നോക്കുന്നില്ല, എന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ നല്ലപോലെ ഗൗനിക്കുന്നില്ല, എനിക്ക് ഭക്ഷണം നൽകുന്നില്ല, വസ്ത്രം നൽകുന്നില്ല, എന്റെ കാര്യങ്ങൾ ഗൗനിക്കുന്നില്ല. അല്ലെങ്കിൽ അവന്റെ ഭാര്യ മരുമകളായിട്ട് കയറി വന്നിട്ടുള്ള ഇന്നടുത്തുള്ള പോലെ ചട്ടഞ്ചാലിലെ പെണ്ണ്, ഇല്ലെങ്കിൽ ഇന്ന സഹോദരി, അവള് നല്ലവളല്ല, അവളെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശത്തരം പറയുന്നതാകുന്ന ഉമ്മയാണ് എനിക്കുള്ളത്. ആര് പറയാ? ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് പറയാ. ഇതൊക്കെ പലർക്കുണ്ടാവും. ആ ഉമ്മ, അത്തരത്തിലുള്ള ഉമ്മമാരെ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. നമുക്ക് ദുആരക്കാനല്ലേ പറ്റൂ. പക്ഷെ ക്ഷമിക്കണം, അതാ റസൂലുള്ള പറഞ്ഞത്. അതുകൊണ്ട് നബിയെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്തെടുത്തിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഉമ്മാക്ക് ഞാൻ എപ്പോഴും ഖിദ്മത്തെടുക്കുന്നുണ്ട്, എന്നും കൊടുക്കുന്നുണ്ട്. ഉംഫിഖു അലൈഹ, ഉമ്മയ്ക്കുള്ള ചെലവുകൾ മുഴുവനും ഞാനാ വഹിക്കുന്നത്. ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, അവിടെ ശുശ്രൂഷിക്കുന്നത്, അവരുടെ വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കുന്നത് ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. പക്ഷേ വഹിയ തുഅദീനി ബിലിസാനിഹ, നാവ് കൊണ്ട് എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. എന്നെക്കുറിച്ച് നാട്ടുകാരോട്, കുടുംബക്കാരോട്, അയൽവാസികളോടൊക്കെ പറയും, അവൻ നോക്കുന്നില്ല, അവൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ച് അപവാദം പറയാണ് നബിയെ. قال النبي صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ സ്വഹാബിയോട് പറഞ്ഞു അത്രേ, അദ്ദി ഹഖഹാ, നിന്റെ മാതാവിനോടുള്ള ബാധ്യത നീ നിറവേറ്റണേ. ഈ നാവ് കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് ചിലപ്പോൾ ചൊറിയുന്നുണ്ടാകും, ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാകും. നിന്റെ ഈ മാതാവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് ഒഴിവാക്കി കൊടുക്കാം എന്ന് കരുതുന്നുണ്ടാകും. പക്ഷേ ആ മാതാവിനോട് നീ അങ്ങനെ ചെയ്യരുത്. അത് പ്രായത്തിൻ്റെതാകുന്ന അപചയം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് ചാബല്യമാണ്, പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് നീ മൈൻഡ് ചെയ്യേണ്ടതില്ല. എന്നിട്ട് റസൂലുള്ള ഒരു വാക്ക് പറയാണ്, അള്ളാന്റെ റസൂൽ ഒരു പറക്ക് പറയാ. അതാണ് മനസ്സിലാക്കേണ്ടത്, അതാണ് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ലൗ ഖതഅത ലഹ്മക അദ്ദൈത റുബ്അ ഹഖിഹാ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നേരത്ത്, ആ ഉമ്മയ്ക്ക് സ്തനാർബുദം വന്നതാകുന്ന സമയത്ത്, അർബുദം സ്തനത്തിന് ബാധിച്ചപ്പോ ആ ഉമ്മയുടെ ഭാഗങ്ങൾ കഷ്ണിച്ച് മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ നിന്റെ തുടയുടെ ഭാഗങ്ങളിൽ നിന്നങ്ങാണ് മാംസം എടുത്തിട്ട് അവിടെ ഭിത്തി ചെയ്യാൻ വേണ്ടി ഡോക്ടർ ആവശ്യപ്പെടുകയും അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി നീ തയ്യാറെടുക്കുകയും ചെയ്താൽ, ലൗ ഖതഅത ലഹ്മക മാ അദ്ദൈത റുബ്അ ഹഖിഹാ, നിന്റെ ശരീരത്തിൻ്റെതാകുന്ന വിലപ്പെട്ടതാകുന്ന സ്ഥലത്തുള്ള മാംസതടങ്ങൾ ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് മുറിച്ചെടുത്താലും തന്നെ മോനെ, നിന്റെ മാതാവിനോടുള്ള ബാധ്യതയിൽ 1% പോലും നീ പൂർത്തീകരിച്ചവനല്ല. നീ 1% പോലും പൂർത്തീകരിച്ചവനല്ല. അല്ലാഹു ഖിദ്മത്തിന് തൗഫീഖ് തരട്ടെ.
ഭയങ്കര വാക്കാണ് പറഞ്ഞത്, ചെറിയ വാക്കല്ല. മാതാപിതാക്കളുടെ ചാരത്തേക്ക് നീ ചെല്ലുമ്പോ സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് ഒരു ഹോം നേഴ്സ് പോലുമില്ല. നീ തന്നെ ഖിദ്മത്തിന് വേണ്ടി ചെല്ലുകയാണ്. കയ്യൊറ ധരിച്ചുകൊണ്ട് അവരുടേതാകുന്ന ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്നതാകുന്ന മോശപ്പെട്ട മാലിന്യങ്ങള്, ദിവസങ്ങളായി കിടക്കുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങള്, പുറത്തേക്ക് തള്ളിയതാകുന്ന മാതാവിന്റെയും പിതാവിന്റെയും മാലിന്യങ്ങള് ഒരു പ്ലേറ്റിലേക്ക് നീ വടിച്ചെടുക്കുമ്പോ ദിവസങ്ങളായിട്ടാണ് കടന്നു വരുന്നത്, മാസങ്ങൾ താമസിച്ചിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് വല്ലാത്ത നാറ്റമായിരിക്കും നിനക്കുണ്ടാവുക. അസഹ്യമായ ദുർഗന്ധം നിമിത്തമായിട്ട് നീ മൂക്കൽപ്പമൊന്ന് ചുളിച്ചു പോയാൽ, നിന്റെ മൂക്കൽപ്പമൊന്ന് പൊത്തിപ്പോയാൽ, നീ ഉഫെന്ന പദത്തിനേക്കാൾ കൂടുതൽ മോശത്തരം പ്രവർത്തിച്ചവനായെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് എന്താണ് പറയുന്നത് പൊന്നുമോനെ, എന്താണ് പറയുന്നത് ഉമ്മ? നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ കുറിച്ചാണ് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുന്നത്. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സുഖമില്ലാതെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവരുടെ ഡേഴ്സുമാര് പറഞ്ഞു, ഈ മാതാവ് പിതാവും രണ്ടുപേരെയും കൊണ്ടുപോയിക്കോളണേ. അവർ ഇനി ഒരു കാലത്തും ഇനി തിരിച്ചു വരൂല, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവൂല. മരിക്കാൻ പോയാണ്, അവസാന സമയമാണ്. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആംബുലൻസിൽ പിലാക്കട്ടയിലേക്ക് കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് വീടിന്റെ അകത്തളത്തിൽ കൊണ്ടുവരികയാണ്. നാട്ടുകാർ വന്നുകൊണ്ട് കാണുകയാണ്, കുടുംബക്കാർ വന്നുകൊണ്ട് കാണുകയാണ്, അയൽവാസികൾ വന്നുകൊണ്ട് കാണുകയാണ്. അല്ലാഹ്, വാപ്പാന്റെ ചാരത്തിരുന്നു കൊണ്ട് മരുമകള് പന്നിയിൽ മുക്കിക്കൊണ്ടതാ സംസം വെള്ളം വായിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അവസാന സമയമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്. വാപ്പയുടെ അടുക്കലേക്ക് കടന്നിരിക്കാൻ മരുമക്കളല്ലാതെ മക്കളല്ലാതെ ആരും തന്നെ തുരിയൂല. അത്രത്തോളം ദുർഗന്ധമാണ്. ദിവസങ്ങളായി മലമൂത്ര വിസർജനം നടത്തിയിട്ട് മലമൂത്ര വിസർജനം പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. കിടക്കുന്ന കിടക്കയിൽ തന്നെ കിടക്കുകയാണ്. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോ മടിയില്ലാതെ കടന്നു വരുന്ന പൊന്നോനെ, മടിയില്ലാതെ കടന്നു വരുന്ന പൊന്നമോളെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എത്ര നാൾ നിന്റെ ചെറുപ്പത്തിൽ നിന്നെ സേവിച്ചിരുന്നു. അതിന് പകരമായിട്ട് അവരുടേതാകുന്ന മാലിന്യങ്ങൾ നീ ഒരു പ്ലേറ്റിലേക്ക് കൈകൊണ്ട് വടിച്ചെടുക്കുമ്പോ നിന്റെ മുഖമെങ്ങാണം ചുളിച്ചു പോയാൽ നീ ചെയ്യുന്ന പദത്തിനേക്കാൾ വലിയ മോശത്തരം ചെയ്തുവന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. എന്തേ കാരണമെന്നറിയുമോ? 2 വയസ്സുള്ളതാകുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, പിലാങ്കട്ടയിലുള്ള പാവപ്പെട്ട ഉമ്മ, 60 വയസ്സുള്ള ഉമ്മ നിന്നെ തോളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് വിരുന്ന് സൽക്കാരത്തിന് പോയ നേരത്ത് ആ ഉമ്മയുടെ സുന്ദരമാക്കപ്പെട്ട പർദ്ദയിലേക്ക് നീ പേശാബ് ചെയ്തില്ലയോ, നീ മൂത്രമൊഴിച്ചില്ലയോ, നീ മലമൂത്ര വിസർജനം നടത്തിയില്ലയോ? ആ മാലിന്യങ്ങൾ ശരീരത്തിലേക്ക് വന്നപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ഒരു പാമ്പേഴ്സ് ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഇന്നത്തെ പോലെ ഒറ്റ ചേർക്കുന്ന കാലഘട്ടത്തിലല്ല. പഴയ തലമുറയിൽ ആ ഉമ്മയതാ വശനാവുകയാണ്, ജനങ്ങളുടെ മുന്നിൽ വശനാവുകയാണ്. വാപ്പയുടെ മടിയിൽ നീ മൂത്രമൊഴിച്ചപ്പോഴും ഉമ്മയുടെ മടിയിൽ നീ വിസർജിച്ചപ്പോഴും എന്നോട് ദേഷ്യപ്പെടാതെ ചുംബനം കൊടുത്തുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വസ്ത്രമഴിച്ചു വെച്ചതായ ഉമ്മ, ആ വസ്ത്രമഴിച്ചുകൊണ്ട് വിരുന്ന് സൽക്കാരം പരിപൂർണമാക്കാതെ തിരിച്ചു വന്ന വാപ്പ, ആ വാപ്പയ്ക്ക് പകരമായി, ആ ഉമ്മയ്ക്ക് പകരമായി, അവരുടെ രേഖത്തിന് പകരമായി നീ എന്ത് ചെയ്താലും മതിയാവൂല. വലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ.
മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണേ, മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വരുകയാണ്. കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടുപിറകിൽ പ്രായം ചെന്ന ഒരു മനുഷ്യനുണ്ട്. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, മൻഹാദ, ഈ പിറകിൽ വരുന്ന മനുഷ്യരാനാണ്. അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറയുന്നത്, ഹാദാ അബീ, ഇതെന്റെ വാപ്പയാണ്, വാപ്പയാണ്. റസൂലുള്ള പറയുകയാണ്, പൊന്നുമോനെ, വാപ്പയ്ക്ക് മുന്നിലൂടെ നടക്കരുതേ, വാപ്പയ്ക്ക് മുന്നിലൂടെ നടക്കരുതേ. നീ എത്ര വലിയ സമ്പന്നനായിരുന്നാലും, നീ എത്ര വലിയ കോടീശ്വരനായിരുന്നാലും, നീ പരകോടിയോളമുള്ളവനായിരുന്നാലും, നീ ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ഫ്ലാറ്റുകളും സൗധങ്ങളും പണിതുയർത്തിയാലും വാപ്പയെ മറക്കല്ലേ, ഉമ്മയെ മറക്കല്ലേ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലൂടെ, ആ വാപ്പയുടെ മുന്നിലൂടെ, പ്രായം ചെന്ന ഉപ്പയുടെ മുന്നിലൂടെ, കൂലിപ്പണിക്കാരനായ വാപ്പ, കൃഷിക്കാരനായ വാപ്പ, അന്യന്റെ അടുക്കളയിലെ ചിൽപാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് നിന്നെ വിദ്യാഭ്യാസം നൽകിയ പ്രിയപ്പെട്ട ഉമ്മ, ആ ചുക്കിച്ചുളിഞ്ഞതാകുന്ന മുഖമോർക്ക് പൊന്നുമോനെ, ആ ഉമ്മയുടെ മുന്നിലൂടെ നീ നടക്കരുതേ, നടക്കരുതേ. വലാ തജ്ലിസ് ഖബ്ല ഖുഊദി, നിന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഇരിക്കുന്നതിന് മുമ്പ് ഇരിക്കരുതേ, ഇരിക്കരുതേ. ഇന്ന് ചെറുപ്പക്കാരും കൂട്ടുകാരും ഒന്നിച്ച് എന്തൊക്കെയാണ് വീടിന്റെ അകത്തളത്തിൽ കാറ്റുകൂട്ടുന്നത്. ഫുട്ബോളുകൾ കാണുകയാണ്, കൂട്ടുകാരും ഒന്നിച്ചിരുന്നുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമകൾ കാണുകയാണ്, അശ്ലീലമാകുന്ന പാട്ടുകൾ കേൾക്കുകയാണ്. വാപ്പ വന്നുകൊണ്ട് പറയുന്ന, പൊന്നുമോനെ, ഒന്ന് ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കടാ. വാപ്പയോട് ചൂടാവുന്ന, വാപ്പയോട് ദേഷ്യം പിടിക്കുന്ന മക്കള്, വാപ്പയെ ദേഷ്യം പിടിക്കുന്ന മക്കള്, വാപ്പ വിളിച്ചാൽ വിളി കേൾക്കാത്ത മക്കള്. റസൂലുള്ള പഠിപ്പിച്ചല്ലോ പൊന്നുമോനെ, നീ സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്തായാലും മാതാപിതാക്കൾ വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകണേ, ഉത്തരം കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സുന്നത്ത് നമസ്കരിക്കുകയാണ്, റബ്ബുമായിട്ടുള്ള മുനാജാത്താണ്, അല്ലാഹുമായിട്ടുള്ള കണക്ഷനാണ്. ആ കണക്ഷൻ പോലും പിടിച്ചുകൊണ്ട് നിന്റെ മാതാവിനും പിതാവിനും നീ ഉത്തരം കൊടുക്കണമെന്ന് മടിപ്പിച്ച മതത്തിന്റെ അനുയായികളാകുന്ന പിലാങ്കട്ടയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഉമ്മനമസ്താദിൽ ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ, വാപ്പയും ഉമ്മയും സംതൃപ്തപ്പെടുത്തണേ, വാപ്പയും ഉമ്മയെയും സംതൃപ്തപ്പെടുത്തണേ. അറിയുമോ, നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞുകൂടി ഈ വിനീതൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ചരിത്രം പറഞ്ഞിട്ട് അതൊരു വല്ലാത്ത ചരിത്രമാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല, അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കേൾക്കണേ മുസ്ലിമേ, പഠിക്കണേ മുസ്ലിമേ, ഉൾക്കൊള്ളണേ മുസ്ലിമേ. ഈ ലോകം അവസാനിക്കാൻ ഒരു ദിനം കടന്നു വരുന്നുണ്ട്. ഈ ലോകം അവസാനിക്കാൻ ഈ സൂര്യനും പടച്ചതായ, ഈ ചന്ദ്രനെ പടച്ചതായ, ഈ തിളങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങള് പടച്ചതാകുന്ന പടച്ചറപ്പ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹാബത്തെ, സഹാബത്തെ, ഈ ലോകം മുഴുവനും നശിക്കുമേ. റസൂലുള്ള അല്ലാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ആ പ്രവാചകൻ ഒരു ദിനത്തിൽ ഖബർ ശരീഫിലേക്ക് നടന്നു നോക്കുമ്പോ ജന്നത്തുൽ ബഖീയിൽ നിന്നൊരു രോദനം കേൾക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഖബർസ്ഥാനിൽ നിന്ന് ഒരു രോദനം കേൾക്കുകയാണ്, ഒരു കരച്ചിൽ കേൾക്കുകയാണ്. നബി തങ്ങൾ നോക്കുമ്പോ വല്ലാത്തൊരു ശബ്ദമാണ്, വല്ലാത്തൊരു ശബ്ദമാണ്. അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ, 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 അവിടുന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഖബറിനകത്തുനിന്ന് കേൾക്കാണ്, ഖബറിനകത്തുനിന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ചാരത്തേക്ക് വന്നു നിന്നു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ ഇതിൽ നിന്ന് തന്നെയാണോ? ഏതാ ഖബർ? അല്ലാഹുവിന്റെ റസൂൽ ആ ഖബർ കറക്റ്റ് ചെയ്തു. ഖബറിനടുത്ത് വന്ന് നോക്കി, സുബ്ഹാനല്ലാഹ്, ഖബർ ഏതാന്ന് വ്യക്തമായി. ഖബറിനകത്തുനിന്ന് വീണ്ടും ഒച്ച കേൾക്കാം, വീണ്ടും ഒച്ച കേൾക്കാൻ. അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അന്നാ
വന്നാറു മിൻ തഹ്തി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ. എന്റെ തലയ്ക്ക് മീതെ നരകമാണ്, എന്റെ കാൽച്ചുവട്ടിൽ നരകമാണ്, എന്റെ വലതുഭാഗത്ത് നരകമാണ്, എന്റെ ഇടതുഭാഗത്ത് നരകമാണ്. ആരാണ് വിളിക്കുന്നത്? സഹോദര, ഒരു സഹോദരനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ഖബറിനകത്ത് കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, ഖബറിനകത്ത് തീയിട്ട് ചുടുകയാണ്. ഖബറിനകത്തുള്ള നരകത്തെ കുറിച്ചാണ് കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് മഹ്ശറ കഴിഞ്ഞുകൊണ്ടുള്ള നരകത്തെ കുറിച്ചല്ല, നാളെ മീസാൻ കഴിഞ്ഞുള്ളതായ നരകത്തെ കുറിച്ചല്ല, ഹിസാബ് കഴിഞ്ഞിട്ടുള്ള നരകത്തെ കുറിച്ചല്ല. ഒരു നരകമുണ്ട് സഹോദരങ്ങളെ, അത് ഖബറിനകത്താണ്, ഖബറിനകത്താണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലാണ്. ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ ഈ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ നബിയേ. ഖബറിനകത്ത് കിടന്നുകൊണ്ട് വിളിക്കുക, അത് അള്ളാന്റെ റസൂല് കേൾക്കുക. നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ, നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ. അള്ളാന്റെ റസൂല് കേട്ടു, ആ വിലാപം കേട്ടു. ഇന്നും വിളിക്കുന്നുണ്ടാവും, അങ്ങനെ ഇന്നും വിളിക്കുന്നുണ്ടാകും. നമ്മുടെയൊക്കെ മഹലിന്റെ ഖബറിസ്ഥാനിൽ കിടന്നിട്ട് രോദനം കൊള്ളുന്നവരുണ്ടാകും. ആരാണവർ? ആരാണവർ? അടിച്ചു വെക്കും, ശ്രദ്ധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അബൂദർ ഗിഫാരി തങ്ങളെ വിളിക്കുകയാണ്. സഹാബത്ത് ഓടി വന്ന് ഖബറിന്റെ ചാരത്തേക്ക് വന്നു. അബൂദർ ഗിഫാരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ അബൂദർ, 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 നാദി ഫിന്നാസ് വൽ അഖാരിബിൽ മൗതാ അല്ലദീന യുദ്ഫനൂന ഫീ ഹാദൽ മഖാബിരി. ആരെയൊക്കെ ഈ പള്ളിയിലെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ ചുറ്റുവട്ടത്തുള്ള ജന്നത്തുൽ ബഖീന്റെ ഖബർസ്ഥാനിൽ ഏതൊക്കെ മുഅ്മിനീങ്ങളെ ഖബറടക്കിയിട്ടുണ്ടോ അവരെ എല്ലാവരെയും, അഥവാ അവരുടെ കുടുംബക്കാരെ മുഴുവനും ഈ രാത്രിയിൽ തന്നെ വിളിക്കണേ സാബാ, ഈ രാത്രിയിൽ തന്നെ വിളിക്കണേ സാബാ. സഹാബത്ത് ഓടുകയാണ്, ഓടുകയാണ്. അബൂദർ ഗിഫാരി തങ്ങൾ കൂട്ടുകാരോട് ചെന്ന് പറയുകയാണ്. ഓരോ സഹാബത്തും ഓരോരുത്തരും പല പല ഭാഗത്തേക്ക് ഓടുകയാണ്. മദീനത്തെ തെരുവിലൂടെ ഓടുകയാണ്. ഓരോ വീട്ടുവാതിൽക്കൽ പോയി വിളിക്കുകയാണ്. കാര്യം നിസ്സാരമല്ല, കാര്യം നിസ്സാരമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ ചാരത്ത് ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വരണേ, വേഗം തന്നെ വരണേ. റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട്, റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട്. എല്ലാവരും ഓടി വരികയാണ്, എല്ലാവരും കടന്നു വരികയാണ്. ഓരോരുത്തരും അവരവരുടെ കുടുംബക്കാരുടെ ഖബർസ്ഥാനിന്റെ സമീപത്ത് വന്നുകൊണ്ട് സ്ഥാനം പിടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കി, ഞാൻ നിൽക്കുന്ന ഈ ഖബറിന്റെ ചാരത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ഒരാള് പോലുമില്ല, ഒരാള് പോലും വരുന്നില്ല. ഹബീബായ നബി തങ്ങൾ വിളിച്ചു ചോദിച്ചു, ഈ ഖബറിന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഈ ഖബറിന്റെ കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ഫജാഅത്ത് ഇംറഅതാ, ഒരു പെണ്ണ് കടന്നു വരികയാണ്, ഒരു ഉമ്മ കടന്നു വരികയാണ്. വയോവൃദ്ധയായ ഉമ്മയാണ്. മുതവക്കിഅതൻ അലാ അസാഹാ, തന്റെ കയ്യിലുള്ള ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ആരാണ് ഈ കടക്കുന്നത്? ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദാ ഇബ്നി, ഇതെന്റെ മകനാണ് നബിയേ. വഖുറത്തു ഐനി യാ റസൂലല്ലാഹ്,
ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്റെ ജീവന്റെ തുടിപ്പാണ്, ഇതെന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്, ഇതെന്റെ രക്തമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലുടനെ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ ഉമ്മ നിങ്ങളുടെ മകൻ ഖബറിൽ ശിക്ഷയ്ക്ക് അനുഭവിക്കുകയാണ്, ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ആ മകൻ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഉമ്മ? ആ ഉമ്മ പറയുകയാണ്, ഉണ്ട് യാ റസൂലല്ലാഹ്. ആ പൊന്നമോൻ ഒരിക്കൽ കള്ളു കുടിച്ചുകൊണ്ട് എന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നു. അല്ലാഹ്, വീടി വലിക്കുന്ന ചെറുപ്പക്കാരാ, ലഹരി നുടയുന്ന സഹോദര, കള്ളു കുടിക്കുന്ന സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറയുകയാണ്, കള്ളു കുടിച്ചുകൊണ്ട് ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട പൊന്നമോന് എന്റെ അടുക്കലേക്ക് കടന്നു വന്നു നബിയേ. വഹിയ സകറാൻ, കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല തലയ്ക്ക് വെളിവില്ലാതെയാണ് വന്നത്. മദ്യം കുടിച്ച് ലക്കും ലഗാനുമില്ലാതെ കടന്നു വന്നവൻ ഫളറബനി വറബൻ ശദീദാ, അതിശക്തമായി എന്നെ അടിച്ചു നബിയേ, എന്നെ ഇടിച്ചു നബിയേ, എന്നെ തൊഴിച്ചു നബിയേ. ഫളറബനി വറബൻ ശദീദാ. ഇന്നും എത്രയോ ചെറുപ്പക്കാരുണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാസികളാകുന്ന കൂട്ടുകാര് ഗൾഫിൽ നിന്ന് ദുബായ് ഫ്ലൈറ്റിൽ വരുമ്പോ അവിടെ കൊടുക്കുന്നതായ ഫ്രീ ആയി കിട്ടിയ കുപ്പി കൊണ്ടുവന്ന് ന്യൂ ഇയർ ആഘോഷിച്ചവര്, ക്രിസ്മസ് രാവുകൾ ആഘോഷിച്ചവര്, കൂട്ടുകാര് ഒന്നിക്കുമ്പോ കള്ളു കുടിച്ചവര്, മോശപ്പെട്ടതാകുന്ന ലഹരി നുണഞ്ഞവരില്ലയോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇടിക്കുന്നവരില്ലയോ, ഉമ്മയെ ചീത്ത വിളിക്കുന്നവരില്ലയോ, പാപ്പയോട് ദേഷ്യപ്പെടുന്നവരില്ലയോ, മക്കളെ അടിക്കുന്നവരില്ലയോ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നബി തങ്ങളോട് ഉമ്മ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട നബിയെ, എന്റെ ഈ കടക്കുന്ന മകനുണ്ടല്ലോ, അവൻ കള്ളു കുടിച്ചുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ കടന്നു വന്നിട്ട് അതിശക്തമായി എന്നെ അടിച്ചു നബിയേ. എന്റെ കൈയവൻ ഒടിച്ചു കളഞ്ഞു നബിയേ. അടിക്കുക മാത്രമല്ല, അവൻ ബോധമില്ലാത്തത് കൊണ്ട് എന്റെ കൈ പിടിച്ച് തിരിച്ചു ഒടിച്ചു കളഞ്ഞു നബിയെ. പച്ചയ്ക്ക് ഒടിച്ചു കളഞ്ഞപ്പോ ഫഖുൽതു, ഞാൻ അവനെതിരെ ദുആ ചെയ്തു പോയി നബിയെ. ഫദഉതു അലൈഹി, അവനെതിരെ ഞാൻ ദുആ ചെയ്തു നബിയെ. എന്റെ പ്രിയപ്പെട്ട പിലാങ്കട്ടയിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികളോട്, എന്നെ കേൾക്കുന്നതാകുന്ന പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളോട്, യൂട്യൂബിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട്, ലൈവായി കേൾക്കുന്നതാകുന്ന സഹോദരങ്ങളോട് കുമ്മനം ഉസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് മാത്രമേയുള്ളൂ. സഹോദര സഹോദരി, മാതാപിതാക്കളെ വെറുപ്പിക്കരുതേ. അവരുടെ ഒരു കണ്ണുനീര് കൊണ്ട് നീ നശിക്കുമേ, നശിക്കുമേ. നീ ഉണ്ടാക്കിയ സമ്പത്ത്, നീ ഉണ്ടാക്കിയ അഭിമാനം, നീ ഉണ്ടാക്കിയ ആരോഗ്യം, നീ ഉണ്ടാക്കിയതാകുന്ന സർവ്വതും ഇല്ലാതാകുമേ, നശിച്ചു പോകുമേ. ആ ഉമ്മ ദുആ ചെയ്യുകയാണ്, ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. ഫഖുൽതു യാ അല്ലാഹ് ലാ ലാ റളിയല്ലാഹു അൻക, ലാ ലാ റളിയല്ലാഹു അൻക. അല്ലാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടടാ, അല്ലാഹു നിന്നെ കൊണ്ട് പൊരുത്തപ്പെടാതിരിക്കട്ടടാ എന്ന് ഞാൻ അവന് എതിരായി ദുആ ചെയ്തു പോയി നബിയെ എന്ന് ആ ഉമ്മ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമ്മ ഒന്ന് ഖബറിന്റെ ഭാഗത്തേക്ക് പോയിട്ട് കാതൊന്ന് ചേർത്ത് വെച്ചിട്ട് രോദനമൊന്ന് കേൾക്കണേ. ഇസ്മൈ സൗത ഇബ്നികി, ഉമ്മ ഉമ്മ നിങ്ങളുടെ മകന്റെ ഖബറിലെ രോദനമൊന്ന് കേൾക്കണേ ഉമ്മ, രോദനമൊന്ന് കേൾക്കണേ ഉമ്മ. അറിയപ്പെട്ട ഉമ്മയതാ കയ്യിലുള്ള വടി നിലത്തേക്ക് വെച്ച് വിറച്ച് വിറച്ചുകൊണ്ട് ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഖബറിലേക്ക് കൊണ്ടുവന്ന് കാതങ്ങ് വെക്കുമ്പോ വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ്, അൽ അമാൻ അൽ അമാൻ
من عذاب الله يا رسول الله النار من فوقي والنار من تحتي والنار عن يميني والنار عن شمالي നരകമെന്റെ മുകളിലുണ്ട്, നരകമെന്റെ താഴെയുണ്ട്, വലതു ഭാഗത്ത് തീയിട്ടിട്ടുണ്ട്, ഖബറിന്റെ ഇടതു ഭാഗത്ത് തീയിട്ടുണ്ട്. നബിയേ അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഈ നരകീയ ശിക്ഷയിൽ നിന്ന്, ഖബറിലുള്ള നരകീയ ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ നബിയേ എന്നുള്ള ഈ വാക്കങ്ങ് കേട്ടപ്പോ ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ പറയുകയാണ്, നബിയേ നബിയേ റളീതു ബിബിനി. എന്റെ മകനെ ശപിക്കുമ്പോ, എന്റെ മകനെതിരെ പ്രാർത്ഥിക്കുമ്പോ ഇത്രത്തോളം വേദനാജനകമായ ശിക്ഷ അവന് ഖബറിലുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നബിയേ. റളീതു ബിഹി, എന്റെ മകനെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ചാരത്തെ നിൽക്കുമ്പോ സഹാബത്ത് നിൽക്കുകയാണ്. ആയിരക്കണക്കിന് അനുയായികൾ പാതിരാത്രി സമയത്ത് മദീന ഉറങ്ങാതെ മദീനയിലെ രാജകുമാരന്റെ തിരുസവിധത്തിൽ ഖബറിന് സമീപത്ത് നിൽക്കുമ്പോ ഖബറിൽ നിന്നൊരു ശരീരം വീഴുകയാണ്. യാ ഉമ്മാ അബ്ശിരി വർജിഇ ഇലാ ബൈതിക വർജിഇ ഇലാ ബൈതിക ഫഇന്നല്ലാഹ ഗഫറ ലീ ഫഇന്നല്ലാഹ ഗഫറ ലീ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ സന്തോഷിക്കണേ ഉമ്മ. നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നതോടുകൂടി അല്ലാഹു എന്റെ ശിക്ഷയെ ഉയർത്തിക്കളഞ്ഞു ഉമ്മ, എന്റെ ശിക്ഷയെ ഉയർത്തിക്കളഞ്ഞു ഉമ്മ. നിങ്ങൾ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകണേ എന്ന് ഖബറിൽ നിന്ന് ശരീരം മുഴങ്ങിയെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പിരാങ്കട്ടയിലുള്ള ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, യുവതി യുവാക്കളോട് ഒന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്ന് ഖബറിനകത്ത് നിന്ന് അത്തരത്തിൽ വിലപിക്കുന്ന വിലാപങ്ങൾ കേൾക്കാൻ നബിതങ്ങളില്ല, റസൂലുള്ള കാത്തുനിൽപ്പില്ല. ഹബീബായ നബിതങ്ങൾ നമ്മളോട് വിട പറഞ്ഞു പോയി. കേൾക്കാനുള്ള കാതില്ല, കാണാനുള്ള കണ്ണില്ല, ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണേ, ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണേ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ എടുക്കണേ. ആ പൊരുത്തത്തിലൂടെയുള്ളൂ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളുടെ പരിപൂർണമായി പൊരുത്തം കിട്ടുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.